വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. വളരെ എളുപ്പത്തിലും അതേപോലെ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം എങ്ങനെയാണ് ഈ ഒരു വെള്ളയപ്പ റെസിപ്പി തയ്യാറാക്കാമെന്ന്. നല്ല സോഫ്റ്റ് വെള്ളയപ്പം തയ്യാറാക്കാൻ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരി 1 കപ്പ് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ തേങ്ങ ചിരകിയത് 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പ് വേവിച്ച ചോറും. ഏത് ടൈപ്പ് ഓഫ് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക ഇതുപോലെ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു വെള്ളയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മാവ് ഒരു കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കണം. ഇനി മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആയിരിക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളയപ്പം നല്ല ഫ്ലഫി ആയിട്ടുള്ള വെള്ളയപ്പമാണ്. ഇങ്ങനെ ഹോൾസൊക്കെ വരുന്നത് നിങ്ങൾ കാണുന്നില്ല, കറക്റ്റായിട്ട് കാണുന്നില്ലേ? അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, നേരെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം ഇതുപോലെ. അപ്പോൾ നമ്മുടെ സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണം കേട്ടോ കമൻസിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.